ഗായ്സ് വിസു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്നത്തെ ട്രിപ്പ് കൊടൈക്കനാൽ, മറയൂർ, മൂന്നാറാണ്. NIIT നമ്മളെ അമരവിള അവിടുത്തെ IT കോളേജിൽ നിന്നുള്ള നമ്മളെ 2K കിണ്ണം പിള്ളേരെ കൊണ്ടാണ് വന്നത്. 2K കിണ്ണം പിള്ളേർ അവരങ്ങനെ തന്നെ പറയണം ഗായ്സ്. എല്ലാം 2K പിള്ളേരാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മളെ പാക്കേജ് പയ്യനെ നമുക്ക് വിളിക്കാം. എടാ അവനെ വിളി, നമ്മളെ കണ്ണാടി കൂട്ടണേ. വിഷ്ണു, വിഷ്ണു നിങ്ങളെ പാക്കേജിന്റെ പേര് പറ. ജുമാൻജി ട്രാവൽസ്. ഓ ഭയങ്കരപ്പെട്ട പേരാണ് ഗൈസ്. അപ്പൊ ഇവരാണ് ഇന്ന് പാക്കേജ് ചെയ്യണത്. നീയും സാംലാൽ. ഇവൻ എന്റെ ഫാൻ എന്നൊക്കെ വന്ന് നേരത്തെ പറക്കി. തന്നെയാടാ, നീ എന്റെ ഫാൻ തന്നെയാടാ. അതെ, നീ നോക്കിയതാ 2K കിടിലം പിള്ളേർ തന്നെ തൂക്കും. ഞാൻ കണ്ടിട്ട് അന്നം വിട്ടിട്ട് ഇരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് 2K പിള്ളേര് കിടിലം. പോണ വഴിക്ക് കുറേ വിശേഷം കാണും. ഉമ്മാരെ ട്രിപ്പ് എന്തായാലും കിടിലായിരിക്കും. അപ്പൊ പോണ വഴിക്കുള്ള എല്ലാം കാണാം. കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയതാണ്. നമുക്ക് ഇപ്പം കാപ്പി വാങ്ങിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാങ്ങിച്ചു തരുമോടെ? വാങ്ങിച്ചു ചുമ്മാ അറിയാം. അപ്പം വാങ്ങിച്ചു തരും. അവൻ വയറ് നിറയെ ആഹാരം വാങ്ങിച്ചു തരും. അപ്പം ജിത്തുവും വണ്ടിയൊക്കെ കഴുകി തളർന്ന് നിൽക്കുകയാണ്. അവൻ സമയത്തിനാണ് കഴുകി തീർത്തത്. അല്ല ജിത്തു, നീ ഇല്ലാത്തത് കൊണ്ട് എന്റെ വ്ളോഗിന് വ്യൂസ് ഇല്ലടാ. 6 മണിക്ക് ശേഷം ഗൈസ്, വൈകിട്ട് 6 മണിക്ക് ശേഷം ഇവന് മാത്രം വെയിൽ വരും. പ്രത്യേകം കൊണ്ട് ഒരു അസുഖമാണ്. നമുക്ക് ഊളം പറയിൽ ഇവനെ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. അപ്പം ജിത്തു ക്ഷീണിതനായത്. ജിത്തുവിനൊരു ഡബിൾ ഓംപ്ലേറ്റ് വൺ സൈഡ് കലക്കിയാണ്. എണീച്ചിരിക്കുന്ന വൺ സൈഡാണ്. അവന് ചോദിച്ചു നോക്കിയിട്ട് കടക്കാരൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ എണീച്ചിരിക്കുന്ന വൺ സൈഡ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പി പിടിച്ചിട്ട് വരാം. അപ്പോൾ വിഷ്ണു നമുക്ക് ഫുഡെല്ലാം വാങ്ങി തന്നു. ദോശ, ഓംപ്ലേറ്റ് ഒക്കെ. നമ്മൾ 3 പേരും ഓംപ്ലേറ്റ് വാങ്ങിച്ച്. പയ്യന് നീ നോമ്പാ? ആ മറ്റേ ഇപ്പം എന്താണ് ഈസ്റ്ററിൻ്റെ. അപ്പം നിന്റെ നോമ്പ് തെറ്റിയാണോ? ഞാൻ കഴിക്കൂല. ഓക്കെ. ഇപ്പം നിനക്കെന്തോന്ന്? ഗായ്സ് അവന് എണീറ്റിരിക്കണ കിട്ടാത്തതുകൊണ്ട് കിടത്തിയ മുട്ട വാങ്ങിച്ചു കൊടുത്തേക്കാണ്. ഇവിടെ വിളിച്ചല്ലേ ഒരു സെറ്റ് വിളിച്ചേ. അവന് പിള്ളേരെല്ലാം അവൻ്റെ പുറകെ തറച്ച മുഖത്തെ കുരു പറഞ്ഞതുകൊണ്ട് അവന് ഡയറക്റ്റ് മുട്ട കഴിക്കാൻ പറ്റില്ല. വിളിച്ച പുളിസയായിട്ട് കഴിക്കാനേ പറ്റുള്ളൂ. അത് നീ എപ്പോഴും മസിൽ കാണിക്കുമല്ലോ. നന്നിട്ട് കാണില്ല. സൈസ് ആവണില്ലല്ലേ ഇടയിൽ കുറച്ച് കഴിയുമല്ലേ? ഇല്ലേ ഗ്രൂപ്പിൽ കയറി അയച്ചു തരാം. നല്ല നോക്കി പറഞ്ഞു. ജിത്തുവിനുള്ള കിടത്തിയ ഓംപ്ലേറ്റിലല്ല ബുൾസയല്ലടാ ജിത്തു. കൈയടാ നോക്കട്ടെ. നീ കുത്തി പൊട്ടിക്കാതെ എന്തോ മൊത്തത്തിലെടുത്ത് വായിക്കാത്തില്ല. കറി ഇത് കറിയൊക്കെ വെച്ച് തട്ടിവിട്. നീ ഇതൊക്കെ തിന്ന് വണ്ണം വഴി. അപ്പം ജിത്തുവിൻ്റെ സെറ്റ് കഴിയാണ്. തുളച്ച് അപ്പം ജിത്തുവിൻ്റെ ബുൾസ കഴിയാണ് ഇവിടെ നമ്മൾ. ഓ ജിത്തു കമാൺ ജിത്തു. ഇവിടെ നോക്കി കഴിക്കണേ. ഇവിടെ നോക്കി ഡേ പെട്ടെന്ന് കഴിയടേ. ലേക്ക് അടുപ്പിക്കല്ലേ ഇത് കണ്ടോണ്ടിരിക്കില്ല ആരും. നിനക്ക് അറിയാൻ അടിച്ച് ഇപ്പം എടുത്ത് പയറിക്ക് തട്ട്. ആണി മോനെ പൊളി. എല്ലാം തുളുമ്പി പോയടാ. എല്ലാം വാങ്ങിയത് പോയടാ. എല്ലാം കഴി ലീക്കായല്ലേ? വായിന്ന് ലീക്കായല്ലേ? ഇടയ്ക്ക് ലീക്കാവും. അത് നല്ല രീതിയിൽ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കണം. അവന്മാർ കഴി നക്കിയടി. എടാ പ്ലാറ്റോടെ എടുത്ത് നക്കണേ. ആടി മോനെ. ഈ നിൽക്കുന്നതൊക്കെ നമ്മളെ IT കോളേജിൽ നിന്ന് വന്ന പിള്ളേരാണ്. ഫുൾ ബോയ്സ് ആണ്, ഗേൾസ് ഒന്നുമില്ല. ഫുൾ നമ്മളെ 2K കിടലം പിള്ളേരാണ്. ജിത്തു ഒരു 2K വേണമാണ് അല്ലേ ജിത്തു? നീ 2K ഏതാണ് വർഷം? മോഡൽ ഏത് നിൻ്റെ മോഡൽ? 2006 മോഡലാണല്ലേ? അപ്പം പഴക്കം ചെന്നു. ടെസ്റ്റ് ചെയ്യാൻ സമയമായി. 15 വർഷം ആവാറായി. 15 കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ 2K കിടലം പിള്ളേരാണ്. ഇവന് ബസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എൻ്റെ അടുത്ത് മിണ്ടിയാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വണ്ടി എടുത്ത് നമ്മളെ നാഗർകോവിൽ ടോള് കഴിഞ്ഞ് വെക്കൊണ്ടിരിക്കുകയാണ്. ഇനി
എവിടെയെങ്കിലും നിൽക്കണോ, എവിടെയെങ്കിലും ഫുഡ് കഴിക്കും. സൈഡെല്ലാം കുറെ കണ്ടെയ്നർ. അപ്പോൾ കൊച്ചു വേളാങ്കണ്ണി എത്തി. നമ്മളിവിടെ നിന്ന് നാഗർകോവിൽ കഴിഞ്ഞ് ബൈപ്പാസ് കയറി മെയിൻ ബൈപ്പാസിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കൊച്ചു വേളാങ്കണ്ണിയാണ്. നമ്മളെ വണ്ടിയിലുള്ള സാറിന് ഇവിടെ ഇറങ്ങണം, കാണിക്കിടണമെന്ന് പറഞ്ഞ്. അപ്പം ജിത്തുവിനെ കൂടെ ഞാൻ പറഞ്ഞു വിട്ട്, ജിത്തു നീയും കൂടെ കാണിക്കിട്ട് ഞാൻ സ്റ്റിയറിംഗൊക്കെ ഒന്ന് കറക്കി ഒരു കാണിക്ക കൊടുത്ത്. ഇതാണ് കൊച്ചു വേളാങ്കണ്ണി. നമ്മളെ ബൈപ്പാസിൻ്റെ സൈഡിലുള്ളതാണ് കൊച്ചു വേളാങ്കണ്ണി. ഇതാണ് സാറ് കാണിക്കിട്ടല്ലേ സാറേ? അതെ, നീ കിട്ടല്ലേ? ഇടണം. അത് നല്ലതാണ് നമുക്കൊരു. അതാണ് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലേ? സാറ് ഭക്തി മാർഗമാണ്. ദൈവം മനസ്സിലാണ്, നമ്മുടെ മനസ്സിലാണ് പ്രതിഷ്ഠ. ഓ അങ്ങനെ ഒരു രൂപ പോയി സാറ്. ദൈവഭക്തി നല്ലതാണ്, എപ്പോഴും വേണം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ആ ഒരു ഭയം ഉണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ. എൻ്റെ ചെറുക്കൻ്റെ മേളിലുള്ള ലൈറ്റുകളൊന്നും കത്തില്ല കേട്ടോ ഇവിടെയുള്ള. അതിന് ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വേണം റെഡിയാക്കാൻ. പോവാം. ഗായ്സ്, ഇപ്പം നമ്മൾ തിരുനെൽവേലി കഴിഞ്ഞിട്ടുള്ള ടോളിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചെറുക്കന്മാരുടെ ബൈക്കിൽ കിടന്ന് കളി. ഇവിടെ നിന്റെ പേരെന്തോന്ന്? ഓ ജോബിൻ. വണ്ടിക്കകത്തൊരു പൂരക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എല്ലാം കൂടെ. ഇപ്പം സ്ഥലം എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക. മധുര അടുപ്പിച്ചാവാറായി. കണ്ടില്ലേ, ഇവിടെ എല്ലാ ലോറികൾ വന്ന് പാർക്ക് ചെയ്തവർ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഉറങ്ങാനൊക്കെ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമ്മളെ ചേർക്കെന്താ ഇവിടെ ഇടിച്ച് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം തീർന്ന് അടുത്ത ക്യാനെടുത്ത് വെക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ നമ്മൾ. കണ്ടില്ലേ, ലോറികളൊക്കെ ഇവിടെയും ഉണ്ട്, ഈ സൈഡും. നമ്മളിതിലെന്ന് പറഞ്ഞാൽ ഈ സബിൻ്റെ പഞ്ചിങ് കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റില്ലേക്ക്. ആ ചേട്ടൻ തലയിട്ട് നോക്കണുണ്ട് നേരത്തെ. ഇത് എവിടെ, ഇത് ഏത് കിഴങ്ങന്മാരും കൊണ്ട് വണ്ടി കൊണ്ട് പാട്ട് വിട്ട് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ജിത്തുവിനെ ചെറുക്കന്മാരെല്ലാം കൂടെ ഡേ നീ ഇവിടെ ഉണ്ടാ ജിത്തു ഇവിടെ പോട്ടാ ഇങ്ങോട്ട്. പിന്നെ ഗായ്സ് അന്വേഷിക്കുന്നു. ഗായ്സ് കേൾക്കണ് ഈ ഇതിൽ വന്ന ട്രിപ്പിലുള്ള പയ്യന്മാരൊക്കെ എങ്ങനെയുണ്ടെന്ന് നിന്റെ അഭിപ്രായം? നല്ല പയ്യന്മാര് തന്നെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ ജിത്തു? അതാകട്ടില്ലേ, അതാണ് പാട്ട് കേട്ടിട്ടാണ് അവൻ വെറുതെ കളിക്കുന്നേടാ ഇറങ്ങിവിടെ. എന്താ, ഇതാണ് പയ്യന്മാർ. പക്ഷേ നല്ല പയ്യന്മാര്. അവന്മാര് പാവം, അവന്മാര് എൻജോയ് ചെയ്യണേ. അവന്മാര് ട്രിപ്പ് വന്നിട്ട് ഈ നിന്നെ പോലെ മൂങ്ങയെ പോലെ കയറി ഇരിക്കാൻ പറ്റൂ? ഇല്ലല്ലോ, അവന്മാർ എൻജോയ് ചെയ്യല്ലേ വന്നത്. മാങ്ങാ മുഞ്ചി ഓടാ, അവരെ കുറ്റം പറയണമേ ഗൈസ്. അപ്പം എനിക്കിനി കുറേ ദൂരങ്ങൾ ഓടാനുണ്ട് ഗൈസ് ഇന്ന്. പക്ഷെ ഇന്ന് വണ്ടികളൊക്കെ കുറവ്. നേരത്തെ ഓടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊടൈക്കനാലിൻ്റെ താഴെയുള്ള അവിടെ കൊണ്ട് ചായ ഓടിക്കായിട്ടുമ്പോൾ ഒരു അരമണിക്കൂർ ഉറങ്ങണം. ഉറങ്ങിയിട്ട് അവിടെ നിന്ന് പയ്യെ വണ്ടി എടുക്കുക. എന്തായാലും രാവിലെ പൊടിയാണൻ്റെ അവിടെയാണ് റൂം, നമ്മളെ കൊടൈക്കനാൽ പൊടിയാണൻ്റെ അവിടെ. അവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി വെളുപ്പാങ്കാലം. അപ്പോൾ അത് കണക്കിന് പയ്യെ ഓടിപ്പോവാം. ധൃതിയില്ലല്ലേ ജിത്തു? നീ ഓടിക്കണം. ഒരു ജിത്തുവിന് ഗായ്സ് ലൈസൻസ് ഇല്ല ഈ ഡെപ്പെ വിളിക്ക്. ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ. ഞാൻ ഫോൺ എടുത്ത് കൊടുത്ത് ലോൺ അടയ്ക്കാതെ എൻ്റെ ലോകത്തുള്ള എല്ലാവരും കിടന്ന് വിളി. ഇല്ല ഇത് ചെറുക്കൊരു സാമ്പത്തികമായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൻ ടൂറ് പോയി. അവൻ്റെ ഏരിയയിലുള്ള കുറേ മാക്രി പൈലുകളുടെ പിന്നെ എന്താ ആ കാറിൽ എർട്ടിക്ക കാറിൽ ഫ്രണ്ടിൽ മറ്റേ ഓക്കലൊക്കെ വെച്ച് മാക്രി പൈലുകളെല്ലാം കൂടെ ടൂറ് പോയി.
അവർ കേട്ടോണ്ടിരിക്കുന്നത് ചീത്ത വിളിക്കൂടെ എന്തായാലും കാണും ചീത്ത വിളിച്ചായിരിക്കും ഇവിടെ അത് മാത്രം. ബൈക്കിനകത്തെത്തി. ഇവിടെയാണ് അവർക്ക് സ്റ്റേ. പൊടിയാണൻ്റെ റൂമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഇവർക്ക് സ്റ്റേ. അവർ രാവിലെ ഒന്ന് സൈഡ് സീനിന് വേണ്ടി ഇവിടുത്തെ വണ്ടിയിൽ പോയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ കിടക്കണം. ചെറുക്കനെ ഇവിടെ സേഫായിട്ട് ഒരറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. നമുക്ക് സ്റ്റേ ചെയ്തോ ഈ വീട്ടിൽ താഴെയാണ്. അവർ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നു. നല്ല റൂം, നല്ല രീതിയിൽ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറ്റി. അവർ വന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ. രാവിലെ ഒന്നും കഴിച്ചില്ല, കഴിക്കണം. ഇന്നലെ രാത്രി ചൂരോ വന്നും വണ്ടി തറയെ നിർത്തിയില്ല, വീട്ടടിച്ച് കയറി പോകുന്നു. നേരത്തെ എത്തി. 5 മണി കഴിഞ്ഞപ്പോൾ എത്തി. 5-5:15 എത്തി. ഒരാളെ കാണിച്ചു തരാം. ബെഡ്ഷീറ്റിൽ നിന്ന് പൊടി അടിച്ചിട്ട് കണ്ണത്രയും ചുവന്ന്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ അടിച്ച് കിണ്ടിയായതൊന്നല്ലേ, ഞാൻ അടിക്കുന്നില്ല. ഒരാളെ കാണിച്ചു തരാം. തണുപ്പായിട്ടേ ഇവ എവിടെ കൂടെ ഇവ മൂടിയിട്ടേക്കുന്നൊന്നും ഒരു പിടുത്തമില്ല. നമുക്ക് തന്ന റൂമാണ്. ഒരു സാമാനം കിടക്കുന്നുണ്ട്. ഓ ഗായ്സ്, ചെറുക്കൻ്റെ ക്ഷീണം. ഓ ഗായ്സ്, ഡേയ് 1 മണിയായി, മതി ഉറങ്ങിയത്. എണീരി കിടക്കണ കിടപ്പ് വേണ്ട വിചാരിക്കും. ഇന്നലെ രാത്രി ഫുള്ള് വണ്ടി ഓടിച്ച് അതിൻ്റെ ക്ഷീണം കൊണ്ടുവന്ന് തൂണിൽ ചാരി ഇരുന്ന് ഉറങ്ങണുണ്ട്. സൈഡ് നോക്കാൻ വേണ്ടി ചുര കയറിയപ്പോൾ പറക്കി നിർത്തി ഗ്ലാസ്സിൽ ചാരി ഇരുന്ന് ഉറങ്ങണത്. ഇവരെ എന്ത് ചെയ്താക്കട്ടെ. അപ്പം ഒരു പട്ടിക്കുട്ടി ഇവിടെ കിടന്നത്. ഈ പടി കയറാൻ വേണ്ടി അതിങ്ങനെ കഷ്ടപ്പെടണം കണ്ട് ഞാൻ. എടുത്ത് മാറ്റി അങ്ങ് മേളിൽ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മേളിലേക്ക് എന്നെ വേണമെങ്കിൽ കടിച്ചു വിട്ടു. എനിക്ക് പേടി. ഗായ്സ്, നമുക്ക് കൊടൈക്കനാൽ വന്ന നമ്മളെ വലിയ വണ്ടിക്കാർക്ക് അത് ഒരു സമാധാനം എന്ന് പറയണത് ഇവിടെ കൊണ്ട് വിട്ടാൽ മാത്രം മതി. സൈഡ് സീനിനൊന്നും പോകണ്ട, അങ്ങനത്തെ വേറെ പരിപാടികളൊന്നുമില്ല. കൊണ്ട് നേരെ ഓട്ടിച്ച് കൊടൈക്കനാൽ ഓടിച്ച് അങ്ങ് തീർക്കുക. റൂമിലാണെങ്കിൽ റൂമിൽ, വണ്ടിയിലാണെങ്കിൽ വണ്ടിയിൽ കിടന്നങ്ങ് ഉറങ്ങുക. അതൊരു വലിയൊരു സന്തോഷമാണ്. പിന്നെ അത് ഇവിടത്തേക്ക് വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് പോണത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ആശ്വാസമുള്ളത്. കൊണ്ടുവിടുക, വണ്ടിയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നാളെ രാവിലെ ഇവരെ മറയൂർ കൊണ്ടുപോകുമ്പോൾ വണ്ടി എടുത്താൽ, അല്ലാതെ ഇവിടെ ഓട്ടമില്ല. ചെറുക്കൻ അവിടെ പാർക്ക് ചെയ്തേക്കുന്നില്ല, അവിടെ ചെറുക്കൻ സേഫായിട്ട് കിടക്കും. നാളെ രാവിലെ ആൾ കയറുമ്പോൾ എടുത്തുകൊണ്ടങ്ങ് മറയൂർ പോവുക. ഇവിടുത്തെ സൈഡ് സീനും കാര്യങ്ങളിൽ അതാ ഞാൻ പറയില്ലേ, ഒരു പട്ടിക്കുട്ടി കണ്ടില്ലേ ഇത് പോയിക്കിനി. ഇവിടുത്തെ സൈഡ് സീനെല്ലാം ഇവിടുത്തെ വണ്ടിയിൽ അവരങ്ങ് വെക്കുള്ളൂ. കിളിക്കും ജോലിയില്ല, ഡ്രൈവറും ജോലിയില്ല. കിളി കണ്ട ഒരു ജോലിയും ചെയ്താൽ പെറ്റി വിരികി കിടക്കുന്നത്. ഞാൻ നേരത്തെ നോക്കി ഇവനെ കാണാനില്ല, പുതപ്പ് മാത്രം ഇങ്ങനെ കിടക്കുന്നു, തലവഴിയൊക്കെ മൂടി കിടക്കുന്നു. ഇവന് ശ്വാസമൊക്കെ കിട്ടുമെന്ന് അറിയാം എങ്ങനെ കിടന്ന. ഡേയ് കാപ്പ് പിടിക്കാൻ വാ, എണീ. ഓ അതൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ച്, ഞാൻ കുറച്ചൊക്കെ റിപ്ലൈ കൊടുത്ത്. നീ ഇന്നലെ എന്തൊക്കെ ചോദിച്ചിരുന്നതിനൊക്കെ അവർ മറുപടി തന്നു. ഞാൻ റിപ്ലൈ കൊടുത്തു. നീ ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലേ, അതുകൊണ്ട് എൻ്റെ ഫോണിൽ ചാർജില്ലേ അതുകൊണ്ട് നിൻ്റെ ഫോൺ എടുത്ത് കളിച്ചതാണ്. അത് തോന്നല്ലേ ഗായ്സ്. കുറേ മെസ്സേജ് അടിക്കി കിടന്ന് ഞാൻ ഒരു അരുവേന്നിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് ഞാൻ ചുമ്മാ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റ്. അപ്പം ഇതൊക്കെ ഇല്ലേ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാനുള്ളത്. ഗായ്സ്, അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉറങ്ങിയതുകൊണ്ട് കിട്ടിയില്ല. നമ്മൾ ലഞ്ചാണ് കഴിച്ചത്. കാണിച്ചു കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു കൊടുക്കും എന്തൊക്കെയാണ് ഇവിടെ. അത്രയും കളഞ്ഞാൽ തന്നെ ഇവിടെ നോക്ക് നക്കി തുടപ്പിക്കും. പ്ലേറ്റ് ആരെടുക്കും? നിന്റെ അച്ഛൻ വരുമോ അവിടെ നിന്ന്? ഞാൻ എൻ്റെ മോൻ, ഞാൻ അവൻ്റെ അച്ഛനെ പോലെയാണ്. ഞാൻ എടുത്ത് വയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലേക്കിൽ കൊണ്ട് നമ്മളെ പാർട്ടീനെയൊക്കെ വിട്ടതിന് ശേഷം നമ്മളെ പയ്യന്മാരെ 2K നമ്മളെ കിടിലം പയ്യന്മാരെ വിട്ടതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നൊക്കെയാണ്. ഞാൻ ഹോർലിക്സ് ഇട്ട് ചായ, ജിത്തു ബൂസ്റ്റ് ഇട്ട് ചായ. ജിത്തിൻ്റെ എനർജി, വണ്ടി കഴിവാനുള്ളതൊക്കെ എനർജി ബൂസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. ജിത്തു 2 വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ വിശക്കിടും.
വണ്ടിക്കകത്ത് പൈലുകൾ വാളൊക്കെ വെച്ച് നല്ല രീതിയിൽ പണിയാക്കി ഇട്ടിരുന്നുകൊണ്ട് ചെറുക്കെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് ആ നേരം തൊട്ട് പണി തുടങ്ങിയതാണ് അല്ലേടാ? എങ്ങനെയുണ്ട് വണ്ടിക്കകത്ത് പറഞ്ഞോട്? പറയാൻ പറ്റിയത് ഫുള്ളും കൊളാണ്ട് അടയ്ക്കാൻ വാളും ഇങ്ങനെയൊക്കെ. ഇപ്പം നമ്മളെ വണ്ടിയിൽ ഇനി പറഞ്ഞ നമ്മളെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടിക്കാരായാലും ഛർദ്ദിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് അവർ പെട്ടെന്ന് പറഞ്ഞ കാര്യമാണ്. വണ്ടിക്കകത്ത് ആക്കാതെ ഛർദ്ദിക്കാൻ നോക്കുക. ഇത് അപ്പം സംഭവം ഫുള്ള് വണ്ടിക്കകത്ത് കൊളാക്കിയിട്ടൊക്കെയാണ്. എൻ്റെ ചെറുക്കൈ തളർന്നിരിക്കുന്നത്. ഒരു ബൂസ്റ്റ് കൂടാൻ ചേർത്താൽ പറയാൻ പോകണം. ചൂടുള്ള മതിയാണ്. ഉഴുന്നോടെ തീർന്നു. മസാല ഉണ്ടായി പിന്നെ നേരത്തെ ഒരെണ്ണം കൊടുത്ത്. ഇനി വണ്ടിക്കകത്തിരുന്ന് ബോംബൊന്നും അടിച്ച കളയല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ കുടിക്കട്ടെ. ഫുൾ വൈബിലാണ്, നല്ല തണുപ്പുണ്ട്. നമ്മളിവിടെ നിന്നാണ് കുടിക്കുന്നത്. നമ്മൾ ഓരോ നൂഡിൽസും കൂടെയൊക്കെ പറഞ്ഞു. മാഗി ഇതും പറഞ്ഞു. മാഗി ടേസ്റ്റ് ഉണ്ടോ നോക്കി? ഞാൻ കഴിച്ചില്ല, നീ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് കിണ്ടി ഇറങ്ങി വെറൈറ്റി അല്ലേ? സാധാ നമ്മളെ മാഗിയിൽ എന്തൊക്കെ മസാലയും കൂടെയൊക്കെ ഇവരിട്ടാണ് ഇതുണ്ടാക്കി എടുക്കണം. പിറത്ത് നമ്മളെ കുരുമുളക് പൊടിയൊക്കെ തൂറ്റിയിരിക്കുകയാണ്. സൂപ്പറായിരിക്കും, നല്ല ചൂടുണ്ട്. കഴിക്കട്ടെ. അങ്ങനെ കൊടൈക്കനാലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. നേരെ മറയൂറാണ് ഇത് നേരെ പോണത്. പളനി വഴിക്ക് നേരെ മറയൂർ വേണം. നമ്മൾ പയ്യന്മാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്തു 2 കാന് വെള്ളം ഉണ്ടായിരുന്നു, അതിനെ ഡിക്കിയിലെടുത്ത് വയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. ആമ്പേരുണ്ട് എന്തായാലും തൂക്കിയെടുത്ത് ഡിക്കിയിൽ വയ്ക്കുക. അമ്മമാരുണ്ട്, മെഗജ അമ്മമാരുണ്ടോ? രാവിലെ ഇവിടെ ചൂടുവെള്ളം ഓണാക്കാനുള്ള സ്വിച്ച് മറന്നുപോയി. എൻ്റെ പൊന്നു തണുത്ത വെള്ളത്തിൽ കുളിച്ച് സ്വർക്ക കണ്ട് ഇവിടെ നീ ബാത്റൂമിലെ അസ്ഥിയായി നിന്ന് കഴിക്കും. എട്ടിൻ്റെ ഒരു പണി വീണ്ടും കിട്ടി ഗൈസ്. മറയൂർ റോഡ് പണി നടക്കുന്നുണ്ട്. 16 അവ 8 കൂട്ടി ഗൈസ്. മറയൂർ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മറയൂറിൻ്റെ നമ്മളെ താഴെയുള്ള ചെക്ക് പോസ്റ്റിൽ വണ്ടികളെല്ലാം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇനി 3 മണി കഴിഞ്ഞിട്ടേ കയറ്റി വിടുള്ളൂ. ഇപ്പോൾ ഏകദേശം 1:15 അടുപ്പിച്ചാവാൻ പോകുന്നു. 3 മണി വരെ ഇനി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണതിന് കുഴപ്പമില്ല, വെയിലാണ് സഹിക്കാൻ വയ്യാത്തല്ലേ. ഇന്നലെ കൊടൈക്കനാലിൽ തണുപ്പായിരുന്നു, ഇന്ന് ഇതാ ചൂടത്ത് കിടന്ന വീട്. പക്ഷേ ഇനി മറയൂർ കയറിയാലേ ഇനി തണുപ്പ് കിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര വെയിൽ, അതാണ്ടില്ലേ വെയിൽ, കിട്ടില്ല വെയിൽ. നമ്മളാ ചെറുക്കന്മാരെല്ലാം വണ്ടിക്കകത്തിരുന്ന് ആവി എടുത്ത് പുകങ്ങി വെളിച്ചാടി അവന്മാരെല്ലാം കൂടെ വെളിയിൽ അവിടെ ചെന്നിരിക്കുന്നത്. പാവം ചെറുക്കന്മാർ തളർന്ന് അവശരായിരിക്കുകയാണ് എല്ലാവരും. വല്ലാത്തൊരു പണിയായി പോയല്ലേടേ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സംഭവം. നിങ്ങൾ പോയി ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു അവിടെ? അപ്പൊ ഈ കാറുകളൊക്കെ ഈ പോണതൊക്കെ ക്ഷേത്രത്തിൽ പോണവരെ വിടുമല്ലേ? അതാണ്. അപ്പൊ ഇനി നമ്മളിനി അഥവാ ഇവരെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് കഴിഞ്ഞുള്ള വിഷയം എന്താ? ഈ ലോറിയൊക്കെ ഒതുക്കിയിട്ടെങ്ങനെയാ കറക്റ്റ്
വെളിയിൽ, റോഡിൻ്റെ വെളിയിൽ. ഇത് ചെറിയ റോഡായതുകൊണ്ട് നമ്മൾ അഥവാ നമ്മൾ റോഡ് കയറ്റി വണ്ടി നേരെ വണ്ണം പാർക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ എതിരെ പറഞ്ഞ വണ്ടിക്കാരന്മാർ സൈഡ് ചേർത്തത് അല്ല തേച്ച് വെച്ചോണ്ടൊക്കെ പോവും. അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ട് എടുത്തോണ്ട് പോവാത്ത. ചെറുക്കന്മാർ വന്ന് 2-3 വട്ടം പറഞ്ഞു ചേട്ടാ പോവാമോ. പോവാത്തതിൻ്റെ കാരണം ഇതാണ്, അവിടെ നല്ലൊരു പാർക്കിംഗ് ഒതുക്കി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എതിരെ പറഞ്ഞ വണ്ടിക്കാരന്മാരെ വല്ല പണിയും തന്നാൽ കണ്ട പാവം അവന്മാർക്ക് വണ്ടിയിലിരുന്ന് മടുത്തതുകൊണ്ട് വെളിയിൽ ചെന്ന് കിടന്ന് ഊനാലടിയും. അത് കൊള്ളാം, അത് കൊള്ളാം. പക്ഷേ അവന്മാർ പാവം, അവന്മാർ എൻജോയ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് ഞാൻ ഉണ്ടല്ലോ അടേ, എൻ്റെ കോളേജ് സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് ഞാൻ ട്രിപ്പ് പോയില്ല. ഞാൻ പോയില്ല. എനിക്ക് നാഷണൽ മീറ്റ് ആയിരുന്നു. ഞാൻ ഫോഴ്സ് കോട്ടയിലാണ് കയറിയത്, പവർ ലിഫ്റ്റർ ആയിരുന്നു. അപ്പോൾ എനിക്ക് നാഷണൽ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കോച്ച് എന്നെ വിട്ടില്ല. ഞാൻ അതുകൊണ്ട് കോളേജ് ടൂർ ഞാൻ പോയില്ല. ഇപ്പം അതുകൊണ്ട് ഡെയിലി ട്രിപ്പ്. ഇവ ഒരു പാങ്ങിനെ കൊണ്ട് ഒരു മന്ദ പൊട്ടനെ കൊണ്ട് ഞാൻ നേരെ ട്രിപ്പ് അടി, അതേപോലെ ആദ്യം കൊണ്ട് ഗായ്സ്. അപ്പം നമ്മൾ 3 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ ഗായ്സ്. നമ്മളെ കയറ്റി വിടുമെന്ന് പ്രതീക്ഷിക്കണേ. കയറ്റി വിടുകൂടെ? പിന്നെ കയറ്റി വിടും. വീട്ടിലേക്ക് നമ്മൾ അടി ഉണ്ടാക്കും. ആ അതെ, ഇതൊക്കെ അവിടെ പോകുമ്പോൾ കാണണം. കയറി കയറിയല്ലേ. അപ്പം നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇവിടെ വീണ്ടും പെട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏത് സമയത്ത് കയറ്റി വിടുമെന്ന് പറയും. ചെറുക്കന്മാരെല്ലാം അവിയണോണ്ട് വെളിയിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി നോക്കിയിട്ട് വരാം. വാ. നമ്മളെ കയറ്റി വിട്ടില്ലെങ്കിൽ നമ്മൾ തളപതി വിജയ് ഫാൻസാണ്. നമ്മളെ വിജയിനെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിക്കാം. ജിത്ത് പറഞ്ഞാൽ നടക്കും. വാ, എന്തായാലും ഇന്ന് 2-1 ഇറങ്ങിയിട്ടേ ഉള്ളൂ. ജിത്ത് കാർ അവിടെ ഇട്ടെങ്കിൽ ഒരുത്തന്മാരും കൊണ്ട് കയറ്റണം. ഫുൾ ബ്ലോക്ക് ഗൈസ്. വാ, നീ സംസാരിക്കണം. നീയാണ് ഇതിൻ്റെ ആള്. സാറിന് സോപ്പിട് പോയിരിക്കുന്നു. സാറ് അങ്ങനെ കൂടെ ചെന്ന് ഇതായിരിക്കണം. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. നമ്മളവിടെ നിന്ന് കയറിപ്പോയവരൊക്കെ ഇവിടെ ഉണ്ട്. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ വിചാരിച്ച് അവരൊക്കെ കയറ്റി വിട്ടാണ്. അവരങ്ങനെ കയറ്റി വിട്ടില്ല. ഇത് നീ ഒന്ന് സംസാരിക്കുമോ? സംസാരിക്കും. നീ ഉപേക്ഷ വിചാരിക്കല്ലേ? അത് പോട്ട്, നീ വണ്ടിക്കകത്തിരിക്കുകയല്ലേ? നമ്മളൊക്കെ അവിടെ വെയിലത്ത് കിടക്കണം. ഇവന്മാർ ഇപ്പം എടുത്ത് മറിച്ച് കളയാന്ന് പറഞ്ഞ് പോകുന്നതാണ്. ആദ്യമേ വന്ന് ക്യൂ പിടിക്കാൻ ഇരിക്കുകയാണ്. മടങ്ങിപ്പോയതുപോലെ തിരിച്ച് മെഴുകുതിരിയായി വന്നു. നമ്മളെ വണ്ടികൾ കണ്ട് അതാ ഇവിടെ നിരവധി കിടക്കുകയാണ്. ഈ കൊച്ചു കാറിൻ്റെ ഇടയിൽ ഒരു കൊമ്പൻ. എന്തേടാ വല്ല നടക്കൂടെ? ഒന്നും നടക്കൂലേ അല്ലേ? ഇവനെയും കൊണ്ട് പോയി. ഇവനെ കണ്ടതും കയറ്റി വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ലാസ്റ്റ് 4 മണിയായപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇപ്പൊ നേരെ അവിടെ നേരെ വണ്ടി എടുത്ത് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് ഒരു പട തന്നെ ഉണ്ട്. എൻ്റെ ബാക്കിൽ നിന്ന വണ്ടികൾ ഒരു പട തന്നെ ഉണ്ട് ബാക്കിൽ. ഇത്രയും നേരം കുറേ ചെയിൻ പോലെ വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ റോഡ് പണി അടങ്ങുകൊണ്ടാണ്. മറയൂർ റോഡ് മുമ്പ് വെറും കട്ടറും കൂടിയായിരുന്നു. അതായത് ഓടി തീർക്കാൻ പറ്റൂല, കട്ടറും കൂടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം സ്മൂത്തായിട്ട് കുറേ ദൂരം ഓടാം. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തായാലും ഇനി പിന്നെ ഒരിക്കൽ വരുമ്പോൾ ഈ റൂട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോവാം. അപ്പം അതുകൊണ്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് പിള്ളേർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. ഇനി പോയിട്ട് വേണം പിള്ളേർക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് വാങ്ങിക്കൊടുക്കും. അതേപോലെ തന്നെ നമ്മളെ ജീപ്പ് ട്രക്കിങ്ങും നമുക്ക് ഇതേപോലെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ഇനി നാളെ രാവിലെ ആയിരിക്കുമല്ലേ വിഷ്ണു? വിഷ്ണു നാളെ രാവിലെ അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് മൂന്നാറും കാണിച്ച് തിരിച്ചു വരും. നാളെ സെറ്റാക്കണം. അല്ലെങ്കിൽ ചെറുക്കന്മാര് അവന്മാര് ജില്ല നയിക്കും. അവര് വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന ഒരു ഡാൻസ് കളിച്ച് ഞാൻ റീലൊക്കെ ചെയ്ത് തരാന്ന് പറയും. മറ്റേ ബാംബു ബോയ്സ് ആ ഗ്രൂപ്പിലുള്ള ഒരു പയ്യ ഇതിലുണ്ട് ചേട്ടാ. ഞാൻ കാണിച്ചു തരാം. അവൻ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കും. അപ്പൊ അവനെ വിട്ട് വീഡിയോ എടുക്കില്ല. എൻ്റെ കൂടെ ഒരു കിണകുമാരുണ്ട്, കിണകുമാരൻ. അവനെ വീഡിയോ എടുക്കാനും ഒരു അതിനും കൊള്ളൂല. ഒരു അതിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. നമ്മൾ നേരെ മറയൂർ. എടാ എവിടെയുണ്ടോ വിഷ്ണു? നിങ്ങൾ സ്റ്റേ എടുക്കുന്നത് എവിടെയാണ്? ചേട്ടനെ അറിയോ? കറക്റ്റായിട്ട് ചേട്ടനെ അറിയാം. അതാ അവിടെ പോയിട്ട് പറഞ്ഞു. അവിടെ പോയിട്ട് അപ്പൊ ജീൻ പൂമ്പ അല്ലേ? ജുമാഞ്ചി
ട്രാവൽസ് കോഡ് ജുമാഞ്ചി ട്രാവൽസ് കോഡ്. ജുമാഞ്ചി ട്രാവൽസ് കോഡ് അതാണ് ഇവരെ പാക്കേജിന്റെ ഡീറ്റെയിൽ. അവൻ ആത്മാർത്ഥമായിട്ട് കട്ടയ്ക്ക് അവൻ ചെയ്യുകയാണ്. അവന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കൊടുത്തേക്കാം. ജുമാഞ്ചി ട്രാവൽസ് കോഡിന്റെ ഏതെങ്കിലും പാക്കേജ് ആവശ്യമുണ്ടെങ്കിൽ അവന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാം കൊടുക്കും. ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് കയറി ഇപ്പൊ കയറണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കയറ്റി വിടാം. നേരെ മറവിടത്തില്ല. ഇവിടെ ഇത്രയും ബ്ലോക്ക് ആയിട്ട് കിടക്കും. അപ്പം ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഒതുക്കിയിട്ടത്. അതിന്റെ ഇടയിൽ ഒരുത്തം കൊണ്ട് ചൊരുവിയിരിക്കും. ഇനി ആ പറഞ്ഞ ബസ് എങ്ങനെ ഇവ സൈഡ് കൊടുക്കുന്ന ഒരു പിടുത്തം. ഇത്രയും ബ്ലോക്ക് ആയിട്ടിരുന്നിട്ട് ആക്രമണം പിടിച്ചിട്ട് എങ്ങോട്ട് പോകണം. ഇപ്പൊ ഈ ബസ് ഇവിടെ വരുമ്പോ എന്ത് ചെയ്യും നമുക്ക് കാണാം. എന്ത് ചെയ്യും നമ്മളായിട്ട് ഇറങ്ങി ഇനി വണ്ടി തൂക്കിയെടുത്ത് സൈഡ് വെച്ച് 2-3 വട്ടം ഒതുക്കാൻ നോക്കി. പക്ഷെ പുള്ളിക്കാരന്റെ ബാക്ക് വശം ഒതുങ്ങണില്ല സൈഡിൽ. അത് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ കിട്ടാണ്ടില്ല. ആ ബസ്സിന് എങ്ങനെ സൈഡ് കൊടുക്കും? നീ പറഞ്ഞു സൈഡ് കൊടുക്കുമെന്ന് അറിയത്തില്ല. നമ്മളെല്ലാരും ഇറങ്ങി പൊക്കിയെടുത്ത് മാറ്റേണ്ടി. നമ്മളെല്ലാം നീ പിടിച്ചതാണോ അത്? അലേ മതി, ഒറ്റയ്ക്ക് മതി. പൊക്കൂടെ ജിത്താണ് ഡൽഹിനെ പൊക്കി സൈഡിലോട്ട് മാറ്റുന്നത്. ബസ്സെത്തി. നമ്മൾ അണ്ണ ഇനി എന്ത് ചെയ്യും? അണ്ണൻ ധൃതി പിടിച്ച് വന്നതാണ്. ആപ്പിലാവൂന്ന് കരുതിയില്ല. ഞാനേ ഇവിടെ പേടിച്ചാണിരിക്കുന്നത്. എന്റെ വണ്ടിക്ക് സൈഡ് കറക്റ്റായിട്ട് പോവെന്ന് പറഞ്ഞു. ഞാനേ പേടിച്ചാണ്. സൈഡ് കൊടുക്കുകയാണ് പാവം. ദൈവം കാത്തു കേട്ടാണ്. നമ്മള് പാടില്ല അണ്ണാ, നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. എന്റെ വണ്ടി ഒന്നും ചെയ്യല്ലോ. വരട്ടെ. കൊഞ്ചം ചവിട്ടിക്കാൻ മതി. നമുക്ക് ധൃതിയില്ല അണ്ണാ. നമുക്ക് രാവിലെ ട്രക്കിങ് മതി. അതുകൊണ്ട് നമുക്ക് ധൃതിയില്ല. വണ്ടി സേഫായിട്ട് സ്ഥലത്ത് എത്തിക്കുക. അതേ നമുക്ക് ആവശ്യമുള്ളൂ. കണ്ടില്ല നേരെ ബ്ലോക്ക്. ഓഫ് സീസൺ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീസൺ തുടങ്ങിയപ്പോൾ ട്രിപ്പ് ബ്ലോക്കിൽ പെട്ട് പോയല്ലോ. ഇത്തവണയൊന്ന് പവർ വരുത്താന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. ഇത്തവണ ബലീനെ പൊക്കാൻ വേണ്ടി ഇരുന്നാണ് അവൻ അതിനുവേണ്ടി അവൻ പമ്പ് ചെയ്ത്. കുഴപ്പമില്ല, മേളിൽ പോയിട്ട് ഏതെങ്കിലും വണ്ടി ഞാൻ തരാം. പുതിയ സ്കോർപിയോ ഹെവി വണ്ടി. ഹെവി വണ്ടി പറഞ്ഞിട്ട് ഹെവി വണ്ടി കാണാനും മാസ് ലുക്ക്. മണ്ണ് കൊണ്ട് നിർത്തിക്കാൻ ഒരു രാജകീയ കലയാണ് പുതിയ സ്കോർപിയോ. ഇഷ്ടമല്ലേ? അടിപൊളി വണ്ടി. വണ്ടിയിലിരുന്നുകൊണ്ട് അണ്ണ നമ്മളെ വണ്ടിയൊക്കെ ചൂണ്ടി കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ഫേമസ് ആണ്. യൂട്യൂബിലുണ്ട്. കുറച്ച് വ്യൂസൊക്കെ കുറവാണ്. എന്നാലും ഞാൻ ഫേമസ് ആണെന്നാ. ഞാൻ ഫേമസ് ആണ്. നീ ഇല്ലാത്ത വീഡിയോ ആണ് എനിക്ക് കുറച്ച് ഫീസ് ഉള്ളത്. നീ വന്ന് നിന്റെ പല്ലും കാണിച്ച് കളിച്ചിട്ടുള്ള വീഡിയോ ഇട്ടാ അതൊക്കെ ആരും കാണില്ല. ഒട്ടെങ്കിലേ ഇവനെ വിറ്റാണ് ഞാൻ പൈസ എടുക്കണത്. അല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു തേകം കിട്ടുന്നില്ല. അല്ലെങ്കിലും എന്റെ വണ്ടി പ്രൊമോഷൻ അത് മാത്രമേ ഉള്ളൂ. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാണും. ഞാൻ ഇവനെ കളിയാക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. ഫീമെയിൽ ഫാൻസ് അവന് കൂടുതലാണ്. ഈ തലയ്ക്ക് വിളിയില്ലാത്ത പിള്ളേർ കുറെ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ടൈറ്റൊക്കെ ബോധമുള്ള ആരും ഇല്ല. കുറച്ച് കാര്യമില്ല. അതിലേക്ക് വെറുതെ വിടറാടേ. ഇടക്കിടക്ക് പലയിടത്തൊക്കെ പിടിക്കോളാം. ഈ വണ്ടിയൊക്കെ പോയിട്ട് നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഈ വണ്ടിയൊക്കെ പോയിട്ട് എടുത്താൽ മതി. അപ്പം മറയൂർ ആനമുടി റിസോർട്ടിലാണ് നമ്മൾ ഫുഡ് കൊടുത്തത്. ഇവർക്ക് സ്റ്റേ വന്നിട്ട് നമ്മൾ മറയൂർ ബസ് സ്റ്റേറ്റിൻ്റെ അവിടെ ഇവിടെ ഹോട്ടലിൻ്റെ പേരെന്തോന്ന് കാർണിവൽ അവിടുത്തെ ഹോട്ടലിലാണ് ഇവർക്ക് സ്റ്റേ.
ഇവിടെ ആനമുടി റിസോർട്ടിൽ നിന്നാണ് ഫുഡ്. ഇപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇവരെ റൂമിലോട്ട് കൊണ്ടുവിടാൻ പോകുന്നു. കുറച്ച് കിടന്ന് ഉറങ്ങണം. അവിടെ വെയിലത്ത് കിടന്ന് ഈ ചുരമൊക്കെ വണ്ടി ഓടിച്ച് ചെറിയ ക്ഷീണം. അതുകൊണ്ട് ഇനി ചെന്നിട്ട് കിടന്ന് ഉറങ്ങണം. ജിത്തു നിനക്കെങ്ങനെ? ജിത്തുവിൻ്റെ ഒരു പുതിയൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഈ വ്ളോഗിനായി ഇനി എന്നിടുമെന്ന് ഇറങ്ങിടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് കാണുക. അത് ജിത്തു 50 ലൈക്ക് 50 ഗൈസ്. നമ്മൾ വൈറലായി ഗൈസ്. രണ്ട് ഇവിടെ ജിത്തുവിൻ്റെ ബന്ധുക്കളെല്ലാവരും ഉണ്ട്. കാണിച്ചു തരാം. ജിത്തുവിൻ്റെ റിലേറ്റീവിൽപ്പെട്ട 2 പേരാണ്. ഒരു അത് തന്നെ വേണ്ട അതിനേണ്ട മത്സരിക്കുവിൻ. ഡേയ് നിന്റെ ബന്ധു ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ അടി കൂടുന്നത്. നോക്ക് അവൻ നിന്റെയൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നിന്റെയൊക്കെ കൊച്ചിച്ചെന്തായിരിക്കുന്നേ. നോക്ക് ഈ കൊച്ചിന്റെ മുമ്പ് കിടന്ന് നിനക്ക് അടി കൂടാ എത്ര ധൈര്യം ഉണ്ടാ? നീ അതിന്റെ ഇടയ്ക്ക് നീ ഇതെല്ലാം നോക്കി അതെ പെണ്ണാണെന്നൊക്കെ. ഏയ് നിങ്ങളെ കൊച്ചിച്ച ശരിയല്ല. നിങ്ങളെ കൊച്ചിച്ചന്റെ നോട്ടവും ഒന്നും ശരിയല്ല. എടേ നിന്നെ അവൻ അടിപൊളി കൊണ്ടുപോയില്ലേടി. എന്ത് കാണിക്കുന്നു നിനക്ക് പിടിച്ചിട്ടു. അളിയാ നിനക്ക് ആരുമില്ലടാ. എന്റെ പോലെ ആരുമില്ല. ഇതൊക്കെ നിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കുന്നു? ഇതൊക്കെ മരുമോൻ ഭാര്യ പാർട്ട്ണർ എവിടെ? അടി കുടിക്കാനാ? പറയണമെന്നും കേൾക്കൂല ഇവനെ പോലെ തന്നെ. ആടി മോനെ ഏടതല്ലേ ആളുകളൊക്കെ നോക്കണ കണ്ട്. ഇനി നമുക്ക് മാന്യരാവാടാ. പറ്റൂല. എടുത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. നമ്മൾ പിള്ളേർ റൂമിൽ കയറ്റി നമ്മളെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ അവരെ റിസോർട്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ റിസോർട്ട്. വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് ഇനി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഡൈമടി മാറിയോ അടിപൊളി. അടിപൊളി. മറയൂരിൽ നിന്ന് തിരിച്ച് നേരെ ഓടി മൂന്നാർ വന്ന് മൂന്നാറിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പിള്ളേർക്ക്. നമ്മളാ തേനി റൂട്ടിലാണ് ഇന്ന് ഫുഡ് കൊടുക്കുന്നത്. അല്ലാതെ കുണ്ടറ ഡാം ആ ഭാഗത്തല്ല. നമ്മൾ മൂന്നാർ ടൗണിൽ നിന്നാണ് ഫുഡ് കൊടുക്കുന്നത്. ഇന്ന് മൂന്നാർ ടൗണിൽ നിന്നാണ് ഫുഡ്. ബിരിയാണി, ഇറച്ചി, വിഷമൊക്കെ നടക്കും ചെറുതായിട്ട്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാനും കഴിച്ചില്ല, ഇതെല്ലാവരും കഴിച്ചില്ല. രാവിലെ വിളിച്ച് എത്ര വിളി വിളിച്ചെണ്ണ നിങ്ങള് രണ്ടുപേരെ മാറി മാറി വിളിച്ചു. അതല്ലടേ മറയൂരില് റൂമിൽ ഇത്രയും ചൂട് അതെന്തോ. മറയൂരിലെ റൂം ചൂടെന്നും പറഞ്ഞോണ്ട് വെളിയിലിറങ്ങി മെത്തയെടുത്ത് വെളിയിൽ പോയി കിടന്ന ഒരാള്. അല്ല എന്ത് ഞാൻ കടവരാതെ കിടക്കും പോലെ വെളിയിൽ കിടക്കും. ഈ ബാത്റൂമിൽ ഹോസ്പിറ്റലിലൊക്കെ ഇതേപോലെ നടന്നു പോണ വഴിയിൽ കിടക്കുന്ന ആൾക്കാർ അതേപോലെയാണ് ഞാൻ കിടന്നു. രാവിലെ എണീറ്റപ്പോ നടയിൽ ഒരാൾ കിടക്കുന്നു. ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഫോട്ടോ എല്ലാം വരും, എല്ലാം ഇതിലോട്ടത്ത് തന്നെ വരും. നമുക്ക് പോയി വാങ്ങാം. നമുക്ക് കഴിക്കാം. നമുക്കില്ലേ വേറെ ടീ ഫാക്ടറി കാണിച്ചതിന് ശേഷം പിള്ളേർ വന്ന് വണ്ടി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇതുണ്ടല്ലേ നമ്മൾ വാങ്ങിച്ച് തൂക്കിയിരിക്കുന്നതാണ് കുമാരൊക്കെ. ഇതുണ്ട് അവിടെ ഒരാളുണ്ട്, കിടക്കുന്ന ആ പനുണ്ട്. തേയിലപ്പാട അതിന് മൂന്നാർ വന്നിട്ട് കാണിച്ചു തന്നില്ലെന്നുണ്ട്. തേയിലപ്പാട നമ്മളെ വണ്ടി വന്ന ചെറുക്കന്മാർ അവന്മാർക്ക് വണ്ടിയുടെ ഫ്രണ്ട് ചെയ്യുന്ന ഡാൻസ് കളിക്കുന്നു. അപ്പം അങ്ങനെ അവന്മാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറം ഇവരെല്ലാവരും നമ്മളെ വണ്ടിയിലുള്ളതാണ്, എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. ഇത് വളവിലാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്ന ഇല്ലെന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് കളിക്കാനായിട്ട്. ഈ ചായക്കടയിൽ നല്ല മാഗി ഓംബാറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തത് കഴിച്ച് കൊള്ളാം കേട്ടോ. കളിയുടെ എന്താന്നേ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളെ ചെറുക്കന്മാരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ.